ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. എന്തൊക്കെയാണ് പ്രധാന ആനുകാലിക സംഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡലാണ് വിയോ. ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡലാണ് വിയോ. 2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാന്. 2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇറാന്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച വാഹനമാണ് PSLV C-59. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച വാഹനമാണ് PSLV C-59. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ RLV രാമകൃഷ്ണൻ. ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല. 1ാം സ്ഥാനം തൃശ്ശൂരിനാണ്. 2ാം സ്ഥാനം പാലക്കാട്. 3ാം സ്ഥാനം കണ്ണൂർ. എവിടെ വെച്ചാണ് നടത്തിയത്? തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടത്തിയത്. 1ാം സ്ഥാനം തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗുറാം ആഹിർ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗുറാം ആഹിർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ഏതെങ്കിലും കമ്മീഷൻ്റെ ചെയർമാനെ നിർബന്ധമായിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതായിരിക്കും എന്തായാലും. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. UPSC ചെയർമാൻ പ്രീതി സുധൻ. UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധൻ. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര സിംഗ് അർലേക്കർ. അദ്ദേഹം ഗോവക്കാരനാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നതാണ് മുഹമ്മദ് ആരിഫ് ഖാൻ. മുഹമ്മദ് ആരിഫ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. അദ്ദേഹം ബീഹാറിലുണ്ടായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറും ആയി. അപ്പം മുഹമ്മദ്
ആരിഫ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അതുപോലെ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവക്കാരനാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ മണ്ഡലം ധർമ്മടം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വി ഡി സതീശൻ്റെ മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂർ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വി ഡി സതീശൻ്റെ മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ. നിതിൻ മധുക്കർ ജാംദറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. മഹാരാഷ്ട്രക്കാരനാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. നിയമസഭാ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീറാണ്. മണ്ഡലം ഏതാണ്? തലശ്ശേരി. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ, മണ്ഡലം തലശ്ശേരി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പ്രോട്ടേം സ്പീക്കർ പി ടി എ റഹീം. പ്രോട്ടേം സ്പീക്കർ പി ടി എ റഹീം. കേരള ലോകായുക്ത എൻ അനിൽകുമാർ. കേരള ലോകായുക്ത എൻ അനിൽകുമാർ. അറ്റോർണി ജനറൽ വി ആർ വെങ്കിട്ട രമണി. അറ്റോർണി ജനറൽ വി ആർ വെങ്കിട്ട രമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമാരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ. കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി. കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി. നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. UPSC ചെയർമാൻ പ്രീതി സുധൻ. UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധൻ. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. UGCയുടെ ചെയർമാൻ ആരാണ്? M ജഗദീഷ് കുമാർ. BCCI പ്രസിഡന്റ് റോജർ ബിന്നി. BCCI പ്രസിഡന്റ് റോജർ ബിന്നി. BCCI സെക്രട്ടറി ദേവ്ജിത്ത് സായിയ. BCCI സെക്രട്ടറി ദേവ്ജിത്ത് സായിയ. ICC ചെയർമാൻ ജയ്ഷാം. ICC ചെയർമാൻ ജയ്ഷാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. അപ്പോൾ ഇത്രയും പഠിച്ചത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് AI മോഡലാണ് വിയോ. 2024 ഡിസംബറിൽ സിമോർഗ് റോക്കറ്റ് ഉപയോഗിച്ച് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനും. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബാത്ത് 3 ബഹിരാകാശ പേടകത്തെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച വാഹനം PSLV-C-59. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം. വീടുകളിൽ അതിക്രമത്തിനിരയാകുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ പദ്ധതി.
63ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. നടത്തിയത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. UPSC ചെയർമാൻ പ്രീതി സുധൻ. UGC ചെയർമാൻ M. ജഗദീഷ് കുമാർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 23ാമത് ഗവർണറാണ്, ഗോവാക്കാരനാണ്. മുഹമ്മദ് ആരിഫ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ഇപ്പോൾ അദ്ദേഹം ബീഹാറിലെ ഗവർണറാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണ്ഡലം ധർമ്മടം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മണ്ഡലം നോർത്ത് പറവൂർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ. 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്, മഹാരാഷ്ട്രക്കാരനാണ്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പ്രോടൈം സ്പീക്കർ PTA റഹീം. കേരള ലോകായുക്ത N. അനിൽകുമാർ. അറ്റോർണി ജനറൽ VR വെങ്കട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K. സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V. രാമസുബ്രഹ്മണ്യൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയകിഷോർ രഹത്കർ. മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക്. കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. നാവികസേനാ മേധാവി ദിനേശ് K. ത്രിപാഠി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. UPSC ചെയർമാൻ പ്രീതി സുധൻ. UGC ചെയർമാൻ M. ജഗദീഷ് കുമാർ. BCCI പ്രസിഡന്റ് റോജർ ബിന്നി. BCCI സെക്രട്ടറി ദേവ്ജിത്ത് സായിയ. ICC ചെയർമാൻ ഷായിജ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.